നോർത്ത് ഫ്രാൻസിലുള്ള വാൻ രൂപതയുടെ കീഴിലുള്ള വിശുദ്ധ അന്നയുടെ നാമത്തിൽ പണികഴിക്കപ്പെട്ട ബസിലിക്ക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന വിശുദ്ധ അന്നയുടെ നാമത്തിലുള്ള ഏക ബസിലിക്കയാണിത്. പരിശുദ്ധ കന്യാമറിയം അനേകം ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, പല സന്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയേറെ ഡിവോഷനുകൾ, ഭക്തികൾ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുണ്ട്, നമുക്കറിയാം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളായിട്ട്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ അമ്മ, ഈശോയുടെ ഗ്രാൻഡ് മദർ പ്രത്യക്ഷപ്പെട്ടതായിട്ട് അധികം നമ്മളൊന്നും കേട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫ്രാൻസിലെ, നോർത്ത് ഫ്രാൻസിലെ ബ്രിട്ടനി എന്ന റീജിയനിലുള്ള വാൻ രൂപതയുടെ കീഴിലുള്ള പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ദേവാലയത്തിന് മുമ്പിലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാതാവിൻ്റെ അമ്മയായ വിശുദ്ധ അന്ന ഒരു വ്യക്തിക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അത് ഇതേ സ്ഥലത്താണ്. 1623 ഓഗസ്റ്റ് മാസത്തിലാണ് ഇത് സംഭവിച്ചത്. പരിശുദ്ധ അമ്മയുടെ അമ്മയായ വിശുദ്ധ അന്ന അമ്മയെക്കുറിച്ച് മനോഹരമായ ഒരു അത്ഭുതം ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് ഈ പ്രദേശത്ത്, നോർത്ത് ഫ്രാൻസിൻ്റെ ഈ പ്രദേശത്ത് ഒത്തിരിയേറെ ആളുകൾ വന്ന് പരിശുദ്ധ അന്ന അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം അന്ന അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം മൊത്തമായിട്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കേന്ദ്രമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ 5-ാം നൂറ്റാണ്ട് മുതൽ ആദ്യത്തെ നൂറ്റാണ്ടുകളിലൊക്കെ ക്രിസ്ത്യാനികളായി കഴിഞ്ഞ ഉടനെ ഈ അന്നയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ 7ാമത്തെ സെഞ്ചുറിക്ക് ശേഷം അത് സാവധാനം മറന്നുപോകുകയും പിന്നെ ആളുകൾ അന്നയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാതൊക്കെ ആയി. അപ്പോഴാണ് 17ാം നൂറ്റാണ്ടിൽ ഇവിടെ ഈവ് നിക്കോലാറ്റ്സിക് എന്ന ഒരു കർഷകന് അന്ന പ്രത്യക്ഷപ്പെടുകയാണ്. ആദ്യമായിട്ട് വളരെ മനോഹരമായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ഒരു കത്തി ജ്വലിക്കുന്ന ഒരു മെഴുകുതിരിയുമായിട്ട്. ആദ്യമേ ഈ നിക്കോലാറ്റ്സിന് ആരാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ പല തവണയിൽ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം ഇടവ് വികാരിയോട് കാര്യങ്ങൾ പോയി പറഞ്ഞു. അപ്പോൾ വികാരി പറഞ്ഞു, ഈ അടുത്ത പ്രാവശ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ ആരാണ് എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ കാണുന്ന സ്ത്രീയോട്. അപ്പോൾ ചോദിച്ചു. വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിക്കോലാറ്റ്സ് ചോദിക്കുകയാണ് ഈ സ്ത്രീയോട്, ആരാണ് അങ്ങെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ അന്നയാണ്, മറിയത്തിൻ്റെ അമ്മയും ഈശോയുടെ ഗ്രാൻഡ് മദറുമായ അന്നയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഈ സ്ഥലത്ത് അനേകം വർഷങ്ങൾക്ക് മുമ്പ് എന്നോടുള്ള ഭക്തിയിൽ ഇവിടെ ഒത്തിരി പേർ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, ഇവിടെ എൻ്റെ നാമത്തിൽ വീണ്ടും ഈ പ്രാർത്ഥന തുടരണം, എൻ്റെ നാമത്തിൽ ഒരു പുതിയ ചാപ്പല് പണിയണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കാണിക്കുന്ന സ്ഥലത്തേക്ക് പോവുക, അവിടെ കുഴിക്കുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ കുഴിച്ചപ്പോൾ വിശുദ്ധ അന്നയുടെ ഒരു സ്റ്റാച്ചു, ഒരു പഴയ പ്രതിമ കണ്ടുകിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു അടയാളമായിട്ട് അവിടെ അവർ 1625 പുതിയ ചാപ്പൽ പണിയുകയാണ് സ്വന്തം അന്നയുടെ നാമത്തിൽ. അന്ന് മുതൽ തന്നെ വിശ്വാസികളെല്ലാം ഇത് അറിഞ്ഞ് അനേകം ആയിരങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അനേകം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാർത്ഥിച്ച് ലഭിക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഇവിടുത്തെ ബിഷപ്പ്, വാൻ രൂപതയിലെ ബിഷപ്പ് അത് അപ്രൂവ് ചെയ്യുകയും അങ്ങനെ ഒത്തിരി ആളുകൾ വന്ന ഒരു പിൽഗ്രിം സെൻ്ററായിട്ട് ഇത് മാറുകയുമാണ് ചെയ്തത്. അതിനുശേഷം 1868 ഇപ്പോൾ കാണുന്ന ഈ ബസിലിക്ക, ഇപ്പോൾ കാണുന്ന രൂപത്തിലുള്ള ബസിലിക്ക പിന്നീട് പണിയുകയും ഇത് വളരെ മനോഹരമായ ഒരു പിൽഗ്രിമേജ് സെൻ്ററായി മാറുകയുമാണ് ചെയ്തത്. ഒത്തിരിയേറെ തീർത്ഥാടകർ ഇവിടെ വരുന്നുണ്ട്.
ഈ ബസിലിക്കയുടെ ഉൾഭാഗത്തിലേക്ക് കയറുമ്പോൾ ബസിലിക്കയുടെ വലതുവശത്തായിട്ട് പ്രത്യേകമായിട്ട് വിശുദ്ധ അന്നയുടെ രൂപം വെച്ചിട്ടുണ്ട്. ഇത് വിശുദ്ധ അന്നയുടെ രൂപത്തിൻ്റെ വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ രൂപത്തിൻ്റെ അടിയിലായിട്ട് 7-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ അന്നയുടെ രൂപത്തിൻ്റെ ശിരസ് ഭാഗം അവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഇത് ഒറിജിനൽ സ്റ്റാച്ചു ആയിരുന്നു. ഇത് 1798 ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് ഇത് കംപ്ലീറ്റായിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും അതിനുശേഷം അത്ഭുതകരമായിട്ട് ഈ സ്റ്റാച്ചുവിൻ്റെ ശിരസ് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് അവിടെ വരുന്ന വിശ്വാസികൾക്ക് വണങ്ങുന്നതിന് വേണ്ടി പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട വിശുദ്ധ അന്നയുടെ രൂപത്തിന് താഴെ വശത്തായിട്ട് ഒറിജിനൽ സ്റ്റാച്ചുവിൻ്റെ ശിരസ് പ്രത്യേകമായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവർക്ക് വേണ്ടി വണങ്ങുന്ന പ്രത്യേക ഒരു റിലിക്ക് കൂടിയായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതാണ് ബസിലിക്കയിലുള്ള പ്രധാനമായ വിശുദ്ധ അന്നയെ വണങ്ങുന്ന രൂപത്തിൻ്റെ സ്ഥലവും മെഴുകുതിരികൾ കത്തിക്കുവാൻ വേണ്ടി പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട സ്ഥലമാണ്. നമുക്കറിയാം, ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റി, ഒത്തിരി വിശുദ്ധരുടെ ഒക്കെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ലൂർദ്. രണ്ടാമത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സ്ഥലമായ ഫ്രാൻസിലെ ലിസ്യു എന്ന സ്ഥലം. മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തീർത്ഥാടകർ വിസിറ്റ് ചെയ്യുന്നതാണ് വിശുദ്ധ അന്നയുടെ നാമത്തിലുള്ള ഈ ദേവാലയം. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു പോകുന്നു. ജൂലൈ 26-ാം തീയതിയാണ് അന്നയുടെ തിരുനാൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജൂലൈ 26-നാണ് 1624 അന്ന പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിക്കോളാസിനോട് പറഞ്ഞു, ഞാൻ അന്നയാണ് എന്ന് പറഞ്ഞ് റിവീൽ ചെയ്ത ആ ദിവസമാണ്. അതുകൊണ്ട് ഗ്രിഗറി 13-ാമൻ മാർപ്പാപ്പയാണ് ജൂലൈ 26 വിശുദ്ധ അന്നയുടെ തിരുനാളായി പ്രഖ്യാപിച്ചത്. അപ്പോൾ വിശുദ്ധ അന്നയുടെ തിരുനാൾ ദിവസം ഇവിടെ പ്രത്യേകമായ ഒരു ആഘോഷമുണ്ട്. ഈ ഗ്രാമം മൊത്തം വിശുദ്ധ അന്നയുടെ നാമത്തിലാണ് അറിയപ്പെടുന്നത്. സെന്റ് ആന്നെ ദി ദൊറേ എന്ന് പറയും ഇവിടെ. ഇവിടെ ഡേ ഓഫ് പാഡൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിന് പ്രത്യേകമായ ഇൻ്റലിജൻസ് ഉണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നത് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ്. അന്നേ ദിവസം ജൂലൈ 26-ന് സ്പെഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. അതുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്, വിശുദ്ധ അന്നയുടെ നാമത്തിലുള്ള ഈ ദേവാലയം. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്, മാർപ്പാപ്പമാർ പോലും ഇവിടെ വന്ന് പോയിട്ടുണ്ട്. 1996 സെപ്റ്റംബർ മാസം 20-ാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഫ്രാൻസിലുള്ള വിശുദ്ധ സെന്റ് ലൂയി മേരി മോൺഫോർട്ടിൻ്റെ ടൂംബ് വിസിറ്റ് ചെയ്തതിന് ശേഷം 1996 സെപ്റ്റംബർ 20-ന് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തു. അനേകം ആളുകൾ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഏകദേശം 1,50,000 ആളുകൾ വന്ന് ഇവിടെ സന്നിഹിതരായിരുന്നു ജോൺ പോൾ രണ്ടാമന് വന്നപ്പോൾ. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിം സെൻ്ററാണ്. പരിശുദ്ധ അമ്മയായ വിശുദ്ധ അന്നയുടെ നാമത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ അന്ന നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ അന്ന, അതായത് എല്ലാ വിവാഹം കഴിച്ച സ്ത്രീകളുടെയും അതുപോലെ തന്നെ മക്കളില്ലാത്ത അമ്മമാരുടെയും ഒക്കെ മധ്യസ്ഥയാണ്. അതുകൊണ്ട് മക്കളില്ലാത്ത എല്ലാ അമ്മമാരും വിവാഹം കഴിച്ച എല്ലാവരുടെയും നിയോഗങ്ങൾ വിശുദ്ധ അന്നയോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗുഡ്നസ് ചാനലിന് വേണ്ടി ഫാദർ ജോർജി കളരിക്കൽ, in front of the Basilica of Saint Anne d'Auray, North France.